ഗൈസ്, അപ്പം ആസ് യു ക്യാൻ സീ ഇതെൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. ഇതൊരു ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ഡേ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഞാനതൊന്ന് ഫിലിം ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇപ്പോൾ ഇത് ജൂൺ 4th അറൗണ്ട് ഒരു 11 o'clock ആയിരിക്കും. നാളെയാണ് എൻ്റെ ബർത്ത്ഡേ. സോ 12 ഒക്കെ ആകുമ്പോൾ ആരെങ്കിലും എന്നെ വിളിക്കുമായിരിക്കും. അമ്മ അച്ഛനും ചിലപ്പോൾ വിളിക്കില്ല, കാര്യം ഉറങ്ങിപ്പോൾ കാണും. എൻ്റെ രശ്മി ടീച്ചറോ എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ വിളിക്കുമായിരിക്കും. അപ്പം ഐ ആം എക്സ്പെക്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ എന്തായാലും എല്ലാ ബർത്ത്ഡേ നടക്കുന്ന പോലെ നടക്കുമെന്ന് എനിക്കറിയാം. സോ അതൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ടോട്ടലി ഐ ഡോണ്ട് നോ എന്ത് സംഭവിക്കും. ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ലായിരിക്കും, അറിയില്ല. അപ്പോൾ ഇന്നിങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കര കാര്യത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, അടിപൊളിയായിരിക്കും, എല്ലാവരും എന്നെ വിഷ് ചെയ്യും അങ്ങനെയൊക്കെ പറയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവളെൻ്റെ അടുത്ത് ചോദിച്ചു, അതിപ്പോൾ നിന്നെ എന്തിനാ എല്ലാവരും വിഷ് ചെയ്യണോ? ശരിക്കും നീ എന്തിനാ എല്ലാവർക്കും താങ്ക് യു പറയണത്? നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ നമ്മൾ ഈ ലോകത്തോട്ട് വന്നാൽ. നമ്മുടെ അച്ഛനും അമ്മയും ലൈക്ക് നമ്മുടെ അമ്മയല്ലേ നമ്മളെ കഷ്ടപ്പെട്ട് പ്രസവിച്ചത്, അപ്പോൾ അവർക്കല്ലേ ക്രെഡിറ്റ് കൊടുക്കണ്ടേ എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ബർത്ത്ഡേ നമുക്ക് നമ്മുടെ അച്ഛനെയും അമ്മയും താങ്ക് യു പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുന്നൊരു ഡേ ആക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. താങ്ക് യു. അപ്പോൾ കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് പേരൊക്കെ എനിക്ക് നേരത്തെ തന്നെ ഗിഫ്റ്റൊക്കെ അയച്ചായിരുന്നു എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട്. പക്ഷെ ഞാൻ അതൊന്നും തുറന്നില്ല. അപ്പോൾ എന്തായാലും ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് അയച്ചതാണ്. അപ്പം അവൾ അവിടെ MBBS ചെയ്യാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഡ്രസ്സ് ഇടാമെന്ന്. ബാക്കി കുറച്ചും കൂടെ ഉണ്ട് അൺബോക്സ് ചെയ്യാൻ. അത് ഞാൻ ഇപ്പോൾ ക്ലാസ് ഉണ്ട് രാവിലെ, അപ്പോൾ അതിൽ പോയിട്ട് വന്നിട്ട് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. സോ നമ്മളിപ്പോൾ ഇന്ന് ഈ ഡ്രസ്സാണ് ഇടാൻ പോകുന്നത്. എടുത്താ നിനക്ക് ഇഷ്ടമുള്ള എടുത്താ മതിട്ടാ. ചിഞ്ചു, താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഇതൊക്കെ ഞാൻ ഇടും. ഓക്കെ ഗൈസ്, അപ്പം നെവർ മൈൻഡ്, ഗോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞാണ്. അപ്പം രാത്രി 12 ആക്ച്വലി ഞാൻ അതിന് മുമ്പ് ഉറങ്ങാമെന്ന് വിചാരിച്ചാ. പക്ഷേ പിന്നെ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ആരെങ്കിലുമൊക്കെ വിളിക്കുമായിരിക്കുമെന്ന്. അങ്ങനെ 12 മണിയായപ്പോഴത്തേക്കും എൻ്റെ രശ്മി ടീച്ചർ ആദ്യം വിളിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട് മോസിനെ വിളിച്ചു, അഞ്ജു വിളിച്ചു. അപ്പം ഐ വാസ് സോ ഹാപ്പി. പിന്നെ കുറേ പേര് സ്റ്റാറ്റസ് ഇട്ടു, സ്റ്റോറി ഇട്ടു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ആൻഡ് എൻ്റെ പടം വരച്ചു തന്നു. എൻ്റെ പടം വരച്ചു തന്നു. അപ്പം എൻ്റെ ക്ലാസ്സിലെ ശ്രീകുമാർ എൻ്റെ പടം വരച്ചു. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ അനന്തു എന്ന് പറയുന്ന ചേട്ടൻ എൻ്റെ ഒരു പടം വരച്ചു. അപ്പം സോ ഹാപ്പി എല്ലാം കിട്ടിയതിൽ. ആൻഡ് അപ്പോൾ ഇപ്പോൾ കുറച്ച് ഗിഫ്റ്റ് ഞാൻ കിട്ടിയെന്ന് പറഞ്ഞു, അത് അൺബോക്സ് ചെയ്യാം.
സോ ആദ്യം ഏതാ പൊട്ടിക്കാൻ കുറച്ച് ഗിഫ്റ്റേ ഉള്ളൂ. അപ്പോൾ ഇതെനിക്ക് ദേവ് തന്ന ഗിഫ്റ്റാണ്. അപ്പോൾ അത് എൻ്റെ അനിയത്തി തന്ന ഗിഫ്റ്റാണ്. അത് പൊട്ടിക്കാം. എഴുതിയിട്ടൊക്കെ എഴുതി. ഇത് കാണാൻ വേണ്ടി എനിക്ക് കുറേ ദിവസം മുമ്പേ കിട്ടിയതാ. പക്ഷെ ഇതെനിക്ക് തുറക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് തുറക്കാന്ന് വിചാരിച്ചതാണ്. കുറേ ഫോട്ടോസ് ഉണ്ട്. ഹാപ്പി. അപ്പൊ ഇത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ വെക്കും, എൻ്റെ ടേബിളിൽ വെക്കും. താങ്ക് യു. ഓക്കെ, പിന്നെ ഇതും എനിക്ക് ദേവ് തന്നെ വാങ്ങിച്ചു. ഇതെന്താന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ബർത്ത്ഡേക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് സൺസ്ക്രീൻ വേണം. ഞാൻ ഇതെങ്ങനെ പൊട്ടിക്കാം. ഹാപ്പി 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 സൺസ്ക്രീൻ. ദെൻ വാട്ട്, പിന്നെ എനിക്ക് അരുണിമ തന്ന ഗിഫ്റ്റ്. ആക്ച്വലി ഞാനത് തുറന്ന് നോക്കി. ആൻഡ് ഐ നോ വാട്ട്സ് ഇൻസൈഡ്. മോങ് ബേബീസ്. നല്ല ക്യൂട്ടായിട്ടുള്ള മോങ് ബേബീസ്. ഐ ലൈക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. താങ്ക് യു. നോക്കൂ. താങ്ക് യു അരുണിമ. പിന്നെ എനിക്ക് കിട്ടിയത് ഡ്രസ്സ്. എനിക്ക് കിട്ടിയത് ഞാൻ കാണിച്ചല്ലോ. അതിട്ടുകൊണ്ടാണ് ഞാൻ പോയത്. ഇത് അയിനോ ഇതെനിക്ക് അച്ഛൻ വാങ്ങിച്ചു തന്നതാ. അച്ഛനും അമ്മയും ആക്ച്വലി എനിക്ക് കുറച്ച് പൈസ അയച്ചു തന്നു. പിന്നെ അവർ അമ്മ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ വരും നെക്സ്റ്റ് വീക്ക്, അപ്പോൾ തരാമെന്ന് പറഞ്ഞു. ഇതും എനിക്ക് ഞാൻ ആവശ്യപ്പെട്ടിട്ട് വാങ്ങിച്ചാണ്. ഇതൊക്കെ ഗിഫ്റ്റാണ്. എൻ്റെ അടുത്ത് എന്ത് വേണം ചോദിക്കുമ്പോൾ ഞാൻ ഇതൊക്കെയാണ് പറഞ്ഞത്. സൺസ്ക്രീൻ വേണം, എന്താണ് സ്ക്രബ് വേണം. പിന്നെ എനിക്ക് ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു തന്നു. ആൻഡ് ചിഞ്ചു എനിക്ക് വള ആൻഡ് ദിസ് ഫാൻ വാങ്ങിച്ചു തന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കേക്ക് മുറിച്ചു. അങ്ങനെ കുറേ പേര് വിഷ് ചെയ്തു. അപ്പോൾ അതൊക്കെ എനിക്ക് നല്ല സന്തോഷം. എല്ലാവരുടെ ലൈഫിലും അങ്ങനെ ഉണ്ടാവും. സോ എന്താ പറയുക, ഇതാണ് എൻ്റെ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നത്. ഇനിയിപ്പം നമ്മൾ ചിലപ്പോൾ പുറത്ത് പോകുന്നുണ്ടാവും. അപ്പം അത്രേ ഉള്ളൂ എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹോപ്പ് യു ഗൈസ് എൻജോയ്. ആൻഡ് താങ്ക് യു ഫോർ ഓൾ വിഷസ്. ആൻഡ് അത്രേ ഉള്ളൂ.